നാം ക്രിസ്തുവിൽ ആരാകുന്നു, അല്ലെങ്കിൽ ദൈവം വിഭാവന ചെയ്ത ആ കാഴ്ചപ്പാടിൽ കൂടെ നമ്മെ തന്നെ പരിശോധിച്ചാൽ നാം ആരായി തീരണം എന്ന അന്വേഷണം പൊതുവെ തിങ്ങി നിൽക്കുന്ന ഈ ചിന്താ പരമ്പരയിലേക്ക് ഏവരെയും ക്രിസ്തുയേശുവിൽ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ചിന്തയിൽ, ധ്യാനത്തിൽ പ്രധാന കേന്ദ്ര ബിന്ദുവായി നാം സ്വീകരിച്ചത് പാപമെന്നാൽ എന്ത് എന്ന ആശയത്തെ ആസ്പദമാക്കിയിട്ടുള്ള അന്വേഷണമാണ്. ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, വളരെ സാർവജന്യമായി അല്ലെങ്കിൽ പൊതുവായി ക്രിസ്ത്യാനികളുടെ അധരത്തിൽ എപ്പോഴും എടുത്തു ചാടത്തക്ക തയ്യാറെടുപ്പോട് സ്ഥിതി എന്നൊരാശയം വചന വെളിച്ചത്തിൽ പരിശോധിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് വീണ്ടും ജനനം. ആളുകൾ ചോദിക്കും, നീ വീണ്ടും ജനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അതായത് 12 വയസ്സ് തൊട്ട് ഒരു ബാലൻ തൊട്ട് ഒരു 70-75 വയസ്സുള്ള പക്വതയുണ്ട് എന്ന് നാം വിചാരിക്കുന്ന ആളുകൾ, ഈ ഒരു റേഞ്ചിലുള്ള ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, താൻ വീണ്ടും ജനിച്ചതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചിലരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴത്തേക്കൊരു ചെറിയ, നമ്മുടെ ശുദ്ധമലയാളത്തിൽ പറഞ്ഞ ബബ്ബ എന്നൊക്കെ ഒന്ന് പാടാൻ തുടങ്ങും. പോട്ടെ, അത് എൻ്റെ വിഷയമല്ല. അപ്പോൾ ഈ ഒരു ആശയം യേശു പറഞ്ഞതാണ്. അതുകൊണ്ട് തീർച്ചയായും ക്രിസ്ത്യാനികളെ നാം അത് ഉപേക്ഷിക്കരുത്. വളരെ അർത്ഥവത്തായൊരു പ്രസ്താവനയാണ്, ഒരു വെളിപ്പെടുത്തലാണിത്. എന്നാൽ അത് അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഇത് മറ്റ് പല പ്രധാനപ്പെട്ട പഠിപ്പീരുകളുടെ ദുർഗതി പോലെ ഇതും വെറും ശബ്ദങ്ങളായി മാത്രം നമ്മുടെ ഇടയിൽ നിലനിൽക്കുകയും ഇത് അർത്ഥശൂന്യമായി തീരുകയും ചെയ്യും എന്നത് കരുതിയിട്ടാണ് ഇതിനെപ്പറ്റി വസ്തുനിഷ്ഠമായി വേദപുസ്തക അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നത്. അഭികാമ്യമെന്ന് മാത്രമല്ല, അനിവാര്യമാണ് എന്നുകൂടെ തീരുമാനിക്കാൻ ഇടയായത്. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. യഹൂദ മതത്തിൻ്റെ തലയെടുപ്പുള്ള ഒരു നേതാവായ നിക്കോദീമോസ് യേശുവിൻ്റെ അടുത്ത് രാത്രിയുടെ മറുപിടിച്ച് വരുന്നു. അവനെ സന്ദർശിക്കാനായി വരുന്നു. അവനെ കണ്ടുകൊണ്ട് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് യേശുവിനോട് പറയുന്നത്, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗ്ഗരാജ്യം കാണുകയില്ല. അപ്പോൾ ഈ വീണ്ടും ജനനം എന്ന് പറയുന്ന ആശയം കൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിൻ്റെ അർത്ഥത്തിലേക്ക് വെളിച്ചം വീശുന്ന മറ്റൊരു വാക്യം ഈ സമയത്ത് ഉദ്ധരിക്കുന്നത് ഉചിതമായിരിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം, മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല, ശബത്ത് മനുഷ്യന് വേണ്ടി അത്രേ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പാപമെന്ന ആശയത്തെ പറ്റിയുള്ള നമ്മുടെ അന്വേഷണത്തിൽ വെളിപ്പെടുത്തിയ ആ ഒരു ആശയം ഞാനൊന്ന് സൂചിപ്പിക്കേണ്ട ആവശ്യം ഇവിടെയുണ്ട്. മനുഷ്യൻ്റെ ഒരു സ്വഭാവം, അതേതും തോട്ടത്തിൽ നിന്ന് ആരംഭിച്ചാണെന്ന് നമുക്കറിയാം. മനുഷ്യൻ്റെ സ്വഭാവം എല്ലാ ഉപാധികളെയും ആത്യന്തിക ലക്ഷ്യമായി തെറ്റിദ്ധരിക്കുക എന്നത് തന്നെയാണ്. ഈ സ്വഭാവത്തിൽ കൂടെയാണ് ദൈവികമായ അല്ലെങ്കിൽ ആത്മീയമായ വെളിപ്പെടുത്തലിനെ ആസ്പദമാക്കിയാണ് മതം സൃഷ്ടിക്കുന്നതെങ്കിലും മതത്തിന് രൂപവും ഭാവവും രുചിയും അതിൻ്റെ സംസ്കാരവും പ്രദാനം ചെയ്യുന്നത് ദൈവികമായ ഘടകങ്ങളല്ല, പിന്നെയോ മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളാണ്. അതുകൊണ്ട് സ്ഥാപിതമായ മതം അത് ആത്മീകമായ ദർശനത്തിന് വിരുദ്ധമായിരിക്കും എന്നത് അനുഭവവേദ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ കാലത്ത് യഹൂദ മതം, അതിൻ്റെ സംഘടനാ ബലം വളരെ ഭീകരമായിരുന്നു എന്ന് നമുക്കറിയാം. ആരെങ്കിലും കൊല്ലണമെങ്കിൽ കൊല്ലാനും തല്ലണമെങ്കിൽ തല്ലാനും ഉള്ള കഴിവും അധികാരവും പ്രാബല്യവും ഉണ്ടായിരുന്ന ഒരു സഭ.
അതിൻ്റെ സ്വഭാവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങളുടെ ധാരണയിൽ അമ്പയെ തെറ്റിപ്പോയി. നിങ്ങളുടെ വിചാരം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയല്ല. നിങ്ങളൊരു ഉപകരണം മാത്രമാണ്, ഒരു ഉപാധി മാത്രമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളൊരു ആത്യന്തികമായ ലക്ഷ്യമാണ്. യഹൂദന്മാരെല്ലാം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. നിങ്ങളുടെ സന്ധിപ്പ്, നിങ്ങളുടെ പ്രാബല്യം, നിങ്ങളുടെ അധികാരം, അത് നിലനിർത്തുക മാത്രമാണ് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം. അങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് യേശു അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തേണ്ട കാര്യമില്ല. അന്നും ഇന്നും സംഘടിതമായ മതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും വലിയ പാളിച്ച എന്താണ്? എല്ലാ മതങ്ങളും എല്ലാ സഭകളും അവയ്ക്ക് വേണ്ടി മാത്രം സ്ഥിതി ചെയ്യുന്നു. മനുഷ്യർ ഈ സഭകളുടെയും സംവിധാനങ്ങളുടെയും ഗുണത്തിനും ലാഭത്തിനും വേണ്ടി തങ്ങളെ തന്നെ അർപ്പിച്ചു കൊടുക്കണം എന്ന ഈ പൈശാചികമായ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥ, ഈ ഒരവസ്ഥയിൽ മാത്രമേ ഈ ലോകത്തിൻ്റെ പരപ്പിൽ ഉള്ള എല്ലാ മനുഷ്യനിർമ്മിതമായ സംഘടനകളും സംവിധാനങ്ങളും സംരംഭങ്ങളും പ്രവർത്തിക്കുകയുള്ളൂ. ഇതാണ് സാർവലൗകിക മർമ്മം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവുമുള്ള ദൈവഹിതമില്ലെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു. അതുപോലെ തന്നെ എന്താണ് ലോകത്തിൻ്റെ മർമ്മം? ഉപാധികളെ ആത്യന്തികമായ ലക്ഷ്യങ്ങളായി കാണുക. ഇതാണ് ലോകത്തിൻ്റെ മർമ്മം. ഉദാഹരണമായിട്ട് സ്റ്റേറ്റ്, അതായത് ഒരു രാജ്യം എന്ന് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യമല്ല, അതിൻ്റെ ഭരണകൂടം. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ അതോ ജനം അവർക്ക് വേണ്ടിയുള്ളതാണോ? അതിൻ്റെ തിയറി പറഞ്ഞു വരുമ്പോൾ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയും. ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ല കുളിരണിയുകയാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ജനങ്ങൾ സർക്കാരിന് വേണ്ടി മാത്രമുള്ളതാണ്. സർക്കാരിൻ്റെ സൗകര്യമനുസരിച്ച് ജനങ്ങൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് വേണം. ഇത് മനസ്സിലാക്കിയിട്ടാണ് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ തലതൊട്ടപ്പനായിരുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്, വി ക്രിയേറ്റ് ദ സ്റ്റേറ്റ് ടു ഒപ്രസ് അസ്. വി ക്രിയേറ്റ് ദ സ്റ്റേറ്റ്. നാം എന്തിനാണ് സർക്കാരുകളെ സൃഷ്ടിക്കുന്നത്? നമ്മെ തന്നെ പീഡിപ്പിക്കാനാണ്. മറ്റൊരു ഗുണവും ഇതുകൊണ്ടില്ല. വേറെ ഒന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. യഹൂദ ജനം അവർക്ക് രാജാവിനെ വേണമെന്ന് മുറവിളിച്ചുകൊണ്ട് പ്രവാചകനായ ശമൂവേലിനടുത്ത് ചെല്ലുമ്പോൾ ശമൂവേൽ എന്താണ് അവരോട് പറയുന്നത്? നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഒരു രാജാവിനെ കിട്ടിയാൽ അന്ന് തൊട്ട് നിങ്ങളുടെ കഷ്ടപ്പാട് ആരംഭിക്കും. അവൻ്റെ നുകത്തിൻ്റെ കീഴിൽ അടിമകളായി കഴിയുവാനുള്ള അവകാശം മാത്രമേ നിങ്ങൾക്കുണ്ടാകുകയുള്ളൂ. അവൻ നിങ്ങളോട് ചെയ്യാൻ പോകുന്ന അനീതിയും അക്രമവും എത്ര ഭീകരമാണ് എന്ന് കാണുവാനുള്ള ദീർഘവീക്ഷണം നിങ്ങൾക്കില്ല. ഇതിനോടനുബന്ധിച്ച് വിശ്വസാഹിത്യത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞാൽ അതും അന്വർത്ഥമാകുമെന്നതുകൊണ്ട് ഞാൻ ക്ഷമാപണത്തോടുകൂടെ ഞാനത് ചെയ്യുകയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ മർമ്മം ഏറ്റവും വ്യക്തമായും ആഴമായും ധരിച്ച ചിന്തകൻ ഹെയ്ഗൽ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എന്ന പുസ്തകം വളരെ ശ്രദ്ധയോടെ വായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ കൃതികളിലും ഈ ചരിത്രബോധം നന്നേ പ്രകടമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മനുഷ്യൻ്റെ ചരിത്ര അവസ്ഥ, ദ ഹിസ്റ്റോറിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് മാൻ, അതിനെപ്പറ്റി പറയുന്നത് ഇത് മനസ്സിലാക്കാൻ ഒറ്റ മർമ്മമേ ഉള്ളൂ. ഇതിലൊറ്റ മർമ്മമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതെന്താണ്? മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ്. യജമാനനും അടിമയും തമ്മിലുള്ള ബന്ധം മാത്രമേ ഈ ഭൂമിയുടെ പരപ്പിൽ സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധം പോലും നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അവരൊരു ശരീരമാണെന്നൊക്കെ പറഞ്ഞാലും കാര്യത്തോടടുക്കുമ്പോൾ യജമാനൻ അടിമ ബന്ധം തന്നെയാണ്. ഭർത്താവ് യജമാനനും ഭാര്യ അടിമയുമാണ്. അങ്ങനെയല്ലയോ? ക്രിസ്തുനാമത്തിൽ വിശ്വാസികൾക്ക്
ആത്മീയ ശുശ്രൂഷ ചെയ്യുവാനായി സ്വയം സമർപ്പിച്ചിറങ്ങുന്ന നല്ല ഇടയന്മാരായ മെത്രാന്മാർ. അവർ യജമാന്മാരാണോ അല്ലയോ? യജമാനന്മാരാണോ അല്ലയോ? ജനത്തെ ആകമാനം സേവിച്ചേ ഞാൻ അടങ്ങും, ജനങ്ങളെ സേവിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല എന്ന് പറയുന്ന മന്ത്രി യജമാനനാണോ? മന്ത്രിയോടുള്ള ബന്ധത്തിൽ നാം അടിമകളല്ലയോ? നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? നിങ്ങൾ മനുഷ്യനിർമ്മിതമായ ഏത് സംവിധാനത്തിലും നിങ്ങളുടെ അവസ്ഥ ഒന്ന് പരിഗണിച്ച് നോക്കൂ. നിങ്ങൾ അടിമകളാണ്. സഭയായതുകൊണ്ട് അതിന് വ്യത്യാസമൊന്നും വരികയില്ല. പിന്നെ നിങ്ങളുടെ അടിമത്വത്തിൻ്റെ മൂർച്ച നിങ്ങൾ അറിയാത്തത് നിങ്ങൾ ഒരു കാര്യത്തിൽ ഒരു നിലപാടെടുക്കാത്തത് കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളറിയുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളൊരു നിലപാടെടുത്ത് നോക്കൂ. അത് സഭയുടെ നേതൃത്വം വഹിക്കുന്ന ആളുകളുടെ സൗകര്യത്തിന് അല്പം വ്യത്യാസമുണ്ടെങ്കിൽ അപ്പോഴറിയാം നിങ്ങളാരാണ്. അതുവരെ ഇങ്ങനെ ഒഴുകിപ്പോകാം, ചത്ത മീൻ പോലെ ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോകാം. നിങ്ങളൊന്ന് നീന്തി നോക്കൂ, അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാകും. അപ്പോൾ ഇതൊക്കെയും യേശുവിൻ്റെ ചിന്തയിൽ ഉള്ളടങ്ങിയിരുന്നു എന്നത് ഒരു പക്ഷേ സാധാരണ വിശ്വാസികൾ മനസ്സിലാക്കുന്നതിന് കാരണം നാം വേദപുസ്തകത്തെ, പ്രത്യേകിച്ച് യേശുവിൻ്റെ പഠിപ്പീരുകളെ വിവക്ഷിക്കുന്നത്, ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത് യാഥാർത്ഥ്യങ്ങളോട് ഒരു ബന്ധവുമില്ലാതെയാണ്, ഒരു ചരിത്രബോധമില്ലാതെയാണ്. മനുഷ്യൻ്റെ അവസ്ഥയോട് ഒട്ടും ബന്ധപ്പെടുത്തിയല്ല നാം ഇത് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങ് ഏതാണ്ട് ബഹിരാകാശത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് പോലെയാണ് യേശുവിൻ്റെ പഠിപ്പീരുകളുടെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് വാസ്തവത്തിൽ വളരെ പരിതാപകരമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞങ്ങ് വിടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ കഴിയുന്ന നിക്കോദീമോസ്, ഈ വ്യവസ്ഥിതിയെ പ്രതിനിധീകരിച്ചാണ് നിക്കോദീമോസ് അവിടെ വന്നിരിക്കുന്നത്. യേശു ആരാണ്? ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ്. ഇനിയും യേശു നിഷ്കളങ്കനാണ്, പരിശുദ്ധനാണ് എന്ന് സമ്മതിക്കാത്ത ക്രിസ്ത്യാനികൾ ആരുമില്ലല്ലോ. എന്താണ് യേശുവിൻ്റെ പരിശുദ്ധി? യേശുവിൻ്റെ പരിശുദ്ധി എന്തായിരുന്നു എന്ന് നാം ഒന്ന് അന്വേഷിക്കണ്ടേ? പ്രത്യേകിച്ച് യേശുവിൻ്റെ അനുയായികളാണ്, യേശുവിൻ്റെ പ്രതിപുരുഷന്മാരാണ് എന്ന് പറയുന്ന ഈ സഭാ മേലധ്യക്ഷന്മാർ, അവരുടെ കൂടെയുള്ള പുരോഹിത ശ്രേഷ്ഠന്മാർ, അവർ ഒന്ന് മനസ്സിലാക്കണ്ടേ? യേശുവിൻ്റെ വ്യക്തിത്വം, അതിൻ്റെ പരിശുദ്ധി, അതിൻ്റെ വെളിച്ചം എന്നാൽ എന്താണ് എന്നല്പം ഒന്ന് ചിന്തിക്കണ്ടേ? എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അതിമനോഹരമായ സൗന്ദര്യം, അതിൽ നിറഞ്ഞു തുളുമ്പി നിന്ന ആ അഭൗമമായ വെളിച്ചം എന്തായിരുന്നു? അതിൻ്റെ ഏറ്റവും മനോഹരമായ ആവിഷ്കാരം മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിലുണ്ട്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ആ ഒരു പ്രസ്താവനയെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ആ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ സെബെദി മക്കളായ യാക്കോബും യോഹന്നാനും ഈ ലോകത്തിൻ്റെ മർമ്മമായ ഒരു പ്രതീക്ഷയിൽ യേശുവിനെ സമീപിക്കുന്നുണ്ട്. അതായത്, ഞങ്ങൾക്ക് നിൻ്റെ മഹത്വമുള്ള രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് നിൻ്റെ വലതും ഇടതും ഇരിക്കാനുള്ള അവകാശം നൽകണം. കസേര. എന്തുകൊണ്ടാണ് മനുഷ്യന് കസേരയോട് ഇത്ര വലിയ താല്പര്യം? നമ്മളിപ്പോൾ ഒരു തിരുമേനിയെ കാണുമ്പോൾ ആദ്യമായിട്ട് വിചാരിക്കുന്നത് ഇതിൻ്റെ കസേരയാണ്. ഇപ്പോൾ കത്തീഡ്രൽ എന്ന വാക്ക്, ഏറ്റവും വലിയ പള്ളിക്ക് നമ്മൾ കത്തീഡ്രൽ എന്ന് പറയുന്നത്. പക്ഷേ ഒരു പള്ളി കത്തീഡ്രലാകുന്നതിൻ്റെ വലിപ്പം കൊണ്ടല്ല, അതിൻ്റെ ഉള്ളിലൊരു കസേരയുള്ളത് കൊണ്ടാണ്. കത്തീഡ്ര എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് കത്തീഡ്രൽ ഉണ്ടായത്. കത്തീഡ്ര എന്ന് പറഞ്ഞാൽ ദ ബിഷപ്സ് ടീച്ചിങ് സീറ്റ് എന്നാണ് എൻ്റെ അർത്ഥം. കാരണം ബിഷപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്തായിരുന്നു? സത്യവിശ്വാസത്തെ ജനങ്ങൾക്ക് ഉത്ബോധിപ്പിക്കുക എന്ന്. എന്നാൽ അത് ചെയ്യുന്ന ഒരു മെത്രാനുമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. അത് വല്ലവരെയും കൊണ്ട് കൂലി വിലക്കെടുത്ത് ചെയ്യിക്കുകയാണ്. ഇപ്പോൾ കൺവെൻഷനൊക്കെ നമുക്കറിയാം, ഞാൻ ഒത്തിരി കൺവെൻഷൻ പ്രസംഗിച്ച ആളാണ്, അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിങ്ങളോട് പറയാൻ കഴിയും. അപ്പോൾ ആ സത്യവിശ്വാസത്തെ ഉത്ബോധിപ്പിക്കുന്ന അങ്ങ് മാറി കസേര മാത്രമേ ഇപ്പോൾ അവസാനം. അപ്പോൾ കസേരയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ കസേര എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ടാണ് കസേരാഭ്രമം, കസേരാപ്രേമം, കസേരാനുരാഗം? ഉപാധിയെ ആത്യന്തിക ലക്ഷ്യമായി കാണുന്നു.
ഒരു മെത്രാൻ നോക്കുമ്പോൾ തൻ്റെ കസേരയ്ക്ക് അപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് ആ കസേരയ്ക്ക് എന്തെങ്കിലും കോട്ടം വന്നാൽ സഹിക്കുകയില്ല. അത് തന്നെയായിരുന്നു ഹെരോദാവിൻ്റെ രോഗവും. ശുദ്ധമലയാളത്തിൽ പറഞ്ഞാൽ സോക്കേട്. ഹെരോദാവ് സോക്കേടെന്ന് പറഞ്ഞൊരു സോക്കേടുണ്ട്. അതെന്താണ്? എൻ്റെ കസേരയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ കോട്ടം വന്നാൽ ഞാൻ സഹിക്കുകയില്ല. അതിനുവേണ്ടി 1000 പേരെ 10,000 പേരെ കൊല്ലണ്ടെങ്കിൽ കൊല്ലും. ഏത് തന്ത്രവും ഏത് മന്ത്രവും ഞാൻ ഉപയോഗിക്കും. മനസാക്ഷിയോ മനുഷ്യത്വമായ പരിഗണനയോ അതിനെ തടസ്സപ്പെടുത്തുവാൻ ഞാൻ അനുവദിക്കുകയില്ല. അതാണ് കസേര എന്ന് പറയുന്നത്. കസേരയെ ആത്യന്തികമായ ലക്ഷ്യമായി തിരിച്ചറിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ, അംഗീകരിച്ചാൽ ഈ അപകടം സംഭവിച്ചിരിക്കും. രാഷ്ട്രീയത്തിലാകട്ടെ, മതത്തിലാകട്ടെ, ഭവനത്തിലാകട്ടെ, സ്ഥാപനങ്ങളിലാകട്ടെ, ഇതെല്ലാം സംഭവിച്ചിരിക്കും. എൻ്റെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞാൽ, ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ 12ാമത്തെ പ്രിൻസിപ്പളായിരുന്നു. അത് 11ാമത്തെ പ്രിൻസിപ്പൾ എനിക്ക് തൊട്ട് മുമ്പിലിരുന്ന ഒരു മാന്യദേഹമുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ സാമ്രാജ്യമാണ്, ഇവിടെ എൻ്റെ ഹിതം നടക്കും. അത് നടക്കുന്നതിന് വേണ്ടി കോളേജ് നശിപ്പിക്കേണ്ടി വന്നാലും ഞാനത് ചെയ്യും. അങ്ങനെ പരസ്യമായി പ്രഖ്യാപിക്കുമായിരുന്നു. ഐ ഡോണ്ട് മൈൻഡ് ഇഫ് ദ കോളേജ് ഇസ് ഡിസ്ട്രോയിഡ് ബട്ട് മൈ റിറ്റ് വിൽ റൺ എന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവരും അതുപോലെ വിളിച്ചു പറഞ്ഞില്ലെങ്കിലും ഇതേ മനോഭാവത്തോടു കൂടെ മാത്രമാണ് കോളേജ് പ്രിൻസിപ്പൽസ് ആണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളുടെ നേതൃത്വം വഹിക്കുന്നവരാണെങ്കിലും സഭയുടെ മേലധ്യക്ഷന്മാരാണെങ്കിലും കീഴധ്യക്ഷന്മാരും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്ന് അല്പം പോലും സംശയിക്കാൻ ഇനിയും ഒരു മാർജിനില്ല. അത് നാം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. ഇപ്പോൾ എറണാകുളം അങ്കമാലി ഡയസ് സീറോ മലബാർ സഭയുടെ അവിടെ നടക്കുന്ന സ്ഫോടനാത്മകമായ അവസ്ഥ എന്താണ്? ഒരു സിനഡിൻ്റെ അധികാരം ജനം അതുപോലെ പഞ്ചപുച്ഛമടക്കി സ്വീകരിക്കണം. കാരണം സിനഡ് അതിൽ തന്നെ പരമമായ ലക്ഷ്യമാണ്. അതിനപ്പുറത്ത് ദൈവവുമില്ല, മനുഷ്യരുമില്ല, ഒന്നുമില്ല. സിനഡ് പറഞ്ഞാൽ അതുപോലെ തന്നെ. കിഴക്കോട്ട് തിരിയാൻ പറഞ്ഞാൽ കിഴക്കോട്ട് തിരിയുക, പടിഞ്ഞാറോട്ട് തിരിയാൻ പറഞ്ഞാൽ പടിഞ്ഞാറോട്ട് തിരിയുക, നിന്ന് വട്ടം കറങ്ങുക എന്ന് പറഞ്ഞാൽ വട്ടം കറങ്ങുക. ഇതാണ് സഭ. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് സഭയ്ക്കുള്ളിൽ നിൽക്കാൻ സാധ്യമല്ല. സഭ ഇങ്ങനെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ, ഇങ്ങനെ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇനി ആരൊക്കെ തലകുത്തി നിന്നാലും ഇങ്ങനെ മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ പ്രവർത്തിക്കുകയുമുള്ളൂ. അതിൽ നിന്ന് കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് സത്യം. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു നിക്കോദീമോസിനോട് പറയുന്നത്, നീ വീണ്ടും ജനിക്കണം. ഇതാണ് എൻ്റെ പശ്ചാത്തലം. ഇനിയും ഈ വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന ആശയം, നമ്മളാരും നിക്കോദീമോസ് അല്ല, നമ്മളാരും ബിഷപ്പന്മാരല്ല, മെത്രാന്മാരല്ല, നമ്മളാരും മന്ത്രിയും തന്ത്രിയും ഗന്ത്രിയും ഒന്നുമല്ല. നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന ആശയം അന്വർത്ഥമാണോ? അന്വർത്ഥമാണെങ്കിൽ ഏത് വിധത്തിൽ? അതാണ് അടുത്ത ചിന്ത. ഇതിൽ നിങ്ങൾക്ക് തീർച്ചയായും വ്യക്തിപരമായ താല്പര്യമുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അറിയുന്നതിന് വേണ്ടി നമുക്ക് ദൈവദത്തമായ ഒരു ജീവനുണ്ട്. ആ ജീവൻ നിലനിർത്തുന്ന ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന പലവിധമായ ഗുണവിശേഷങ്ങളുണ്ട്, താലന്തുകളുണ്ട്. അങ്ങനെ പ്രത്യേകതയുള്ള വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ് നാം. ആ ഒരവസ്ഥയെ, ആ ഒരു പ്രത്യേകമായ ആനുകൂല്യത്തെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു? നാം നമ്മെ തന്നെ ഏത് വിധത്തിൽ മനസ്സിലാക്കുന്നു, ധരിച്ചിരിക്കുന്നു? അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ നാം എപ്രകാരം ക്രമീകരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഏത് ലക്ഷ്യബോധത്തോടെ നാം ജീവിക്കുന്നു? ഇത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന, ശ്രദ്ധ അർഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ വരുമ്പോൾ നാം സത്യസന്ധമായി ചോദിക്കേണ്ടത്, നാം ഇപ്പോൾ തനിച്ചിരുന്ന് ഒരു കടലാസെടുത്ത് ഒരു പേനയും എടുത്ത് എഴുതുകയാണ്, ഞാൻ ഇന്ന ലക്ഷ്യത്തെ അനുധാവനം ചെയ്ത് ജീവിക്കുന്നു. എൻ്റെ ജീവിതത്തെ നയിക്കുന്ന വെളിച്ചം ഈ ലക്ഷ്യബോധമാണ്. ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന ചോദ്യത്തിനൊരു ഉത്തരം ഒന്ന് എഴുതി നോക്കണം. അപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്ന ആശയം ഏകദേശം തെളിഞ്ഞു വരും. ഇപ്പോൾ ഒരു പുരോഹിതൻ്റെ അവസ്ഥ, ഒരു ബിഷപ്പിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ
നയിക്കുന്ന ഒരു വ്യക്തിയുടെ, ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പലായി, സ്കൂൾ പ്രിൻസിപ്പലായി, അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഒരു 20, 30, 40 വർഷം സേവനത്തിന് ശേഷം തന്നെത്താനൊരു മുറിയിൽ കയറിയിരുന്ന് കടലാസും പേനയും എടുത്ത് എഴുതുകയാണ്, ഞാൻ ഇന്ന ലക്ഷ്യത്തോടു കൂടെ ജീവിച്ചു, സേവനമനുഷ്ഠിച്ചു എന്നെഴുതിയാൽ അവിടെ എന്ത് എഴുതാൻ കാണും? താൻ പ്രാപിച്ച ഈ അവസ്ഥ, ഈ കസേര, ഈ അധികാരം, അത് ഉൾക്കൊണ്ട അവസരങ്ങൾ ഞാൻ ഏത് ദർശനത്തോടെ, ഏത് ലക്ഷ്യത്തോടെ ഉപയോഗിച്ചു? വേണ്ട, എനിക്കൊന്നിൻ്റെയും ചുമതലയില്ലായിരുന്നു. ഞാനൊരു സ്വകാര്യ വ്യക്തിയായിരുന്നു. എന്നാൽ എനിക്കൊരു ഭവനമുണ്ടായിരുന്നു. ഞാൻ പിതാവായിരുന്നു, മാതാവായിരുന്നു, അല്ല ഞാൻ പുത്രനായിരുന്നു, പുത്രിയായിരുന്നു, സഹോദരനായിരുന്നു, സഹോദരിയായിരുന്നു. ഈ ഓരോ അവസ്ഥയിലും അതിൻ്റേതായ സാധ്യതകളുണ്ട്. എനിക്ക് ദൈവം നൽകിയ സമാനതയില്ലാത്ത വ്യക്തിത്വവുമുണ്ട്. അപ്പോൾ വ്യക്തിത്വം, സാധ്യത, ഇത് രണ്ടിനെയും കൂട്ടിയിണക്കുന്ന സമ്പത്ത്, റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ്. ഞാൻ പണത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. നമ്മൾ ഓരോ വ്യക്തിക്കുമുള്ള നാനാമുഖമായ കഴിവുകൾ, ഇവയുടെ ആകെത്തുകയാണ് നാം ഓരോരുത്തരും. ഇതിനെ നാം ഏത് ലക്ഷ്യബോധത്തോടുകൂടെ പരിലക്ഷിക്കുന്നു, പ്രയോജനപ്പെടുത്തുന്നു, ഉപയോഗിക്കുന്നു? നമ്മുടെ ജീവിതത്തെ കോർത്തിണക്കുകയും മുൻപോട്ട് നയിക്കുകയും ചെയ്യുന്ന ദർശനം എന്താണ്, ലക്ഷ്യമെന്താണ് എന്നതിനെപ്പറ്റി 2 വാചകം എഴുതാൻ പറഞ്ഞാൽ നാം എന്തെഴുതും? അപ്പോൾ നമുക്ക് മനസ്സിലാകും, നാം പല പല കാര്യങ്ങൾ പറഞ്ഞു, ഭക്തി നടിച്ചു, അഭിനയങ്ങളൊക്കെ നടത്തി, പക്ഷേ നാം നമുക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. മറ്റുള്ളവർക്ക് വേണ്ടി പലതൊക്കെ ചെയ്തു കാണും, പക്ഷേ അത് ഉള്ളുകൊണ്ട് ശപിച്ചും സന്തോഷത്തോടു കൂടെ അല്ല, സ്വന്തം വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം കൊണ്ടല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്, സമൂഹത്തിൻ്റെ നിലപാട് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ നമുക്ക് ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകളുടെ കാര്യം നോക്കിയാൽ, ഏത് ഉദ്യോഗമായിക്കൊള്ളട്ടെ, അവരൊക്കെ സേവനം ചെയ്യുന്നത് അതുകൊണ്ട് ദൈവികമായ ലക്ഷ്യം പ്രാപിക്കണമെന്നോ, അല്ലെങ്കിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജോലിയുടെയോ അതിൻ്റെ അവസരങ്ങളുടെയോ പുറകിൽ വർത്തിക്കുന്ന ദൈവികമായ ഒരു ലക്ഷ്യമുണ്ട്, അത് പൂർത്തീകരിക്കുകയായിരിക്കണം എൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന ബോധത്തോടുകൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുമില്ലെന്നാണ് എൻ്റെ അനുഭവം. കാരണം ഞാൻ അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെയൊക്കെ ചുമതല വഹിക്കാനൊക്കെ ഇടയായ വ്യക്തി എന്ന നിലയിലാണ് ഭൂരിപക്ഷം ആളുകൾ ശപിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അവിടെ വ്യക്തിത്വം എന്താണെന്ന് ഞാൻ സങ്കടത്തോടുകൂടെ ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ എന്താണ്? മിക്കവാറും എല്ലാ ഭവനങ്ങളും വളരെ അതൃപ്തിയും സംഘർഷവും അപകർഷതാബോധവും, അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്കിത് ചെയ്യേണ്ടി വരുന്നല്ലോ എന്ന് വിചാരിച്ചുള്ള അവസ്ഥ തന്നെയാണ്. അതിൻ്റെ ആക്കം തൂക്കം കൂടിയും കുറഞ്ഞും ഇരിക്കും. ചിലടത്ത് പ്രകടമായിരിക്കും, ചിലത്തത് വളരെ നേരിയതായിരിക്കും. പക്ഷേ ആ അതൃപ്തിയുടെ പുകയുന്ന ഉമി, നെരിപ്പോടുകൾ എല്ലാ ഭവനങ്ങളിലും പുകയുന്നുണ്ട്. ഇതൊക്കെ നാം പരിഗണിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പ്രമാദമായ പാളിച്ച നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് തിരിച്ചറിയാൻ പോലും നാം കൂട്ടാക്കുന്നില്ല. എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ പുറകിലും, നമ്മെ ആക്കി വച്ചിരിക്കുന്ന അവസ്ഥയുടെ പുറകിലും, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളുടെ പുറകിലും വർത്തിക്കുന്ന ഒരു വലിയ ദർശനമുണ്ട്, ലക്ഷ്യമുണ്ട്, ഉദ്ദേശമുണ്ട്. എന്നാൽ അതിനെ അല്പം പോലും ശ്രദ്ധിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ തളർച്ച, നാം നമ്മിൽ തന്നെ ഒതുങ്ങി നിൽക്കണം, നമ്മുടെ അപ്പുറത്തൊന്നുമില്ല എന്ന ധാരണ കൊണ്ടാണ്. അങ്ങനെ വസിക്കുന്ന ആളുകൾ അവസാനമായി നേടുന്ന ഏക കൈനീട്ടം എന്താണെന്ന് ചോദിച്ചാൽ അപകർഷതാബോധം മാത്രമാണ്. ആരെങ്കിലും തനിക്ക് വേണ്ടി മാത്രം നിലനിന്ന് വ്യക്തിത്വത്തിൽ വളർച്ച പ്രാപിച്ച് നന്മ അനുഭവിച്ച് നന്മ പ്രവർത്തിച്ച് നിർവൃതിയുടെ അവസ്ഥ പ്രാപിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ വ്യക്തിത്വത്തിൻ്റെ ആത്മീകമായ ലക്ഷ്യത്തെ തിരിച്ചറിയാതെ തങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് കരുതി ജീവിക്കുന്നവർ, അവർക്ക് കൈമുതലായിട്ടുള്ളത് വെറും സ്വയം ശപിക്കുന്ന അവസ്ഥയും
ജീവിതത്തോടും ലോകത്തോടുമുള്ള അമർഷവും മാത്രമാണ് എന്ന സൂചന ആവർത്തിച്ച് കർത്താവ് നൽകുന്നുണ്ട്. അവരെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിഞ്ഞുകളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഏറ്റവും വ്യക്തമായ ഒരു വർണ്ണനയാണ്. ദ മോസ്റ്റ് ആപ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദാറ്റ് മിസറബിൾ സ്റ്റേറ്റ്. എന്നാൽ ഇതിൻ്റെ അവകാശം മാത്രം പ്രാപിപ്പാനുള്ള വിധത്തിലാണ് ഓരോ വ്യക്തിയും ജീവിക്കുന്നത്. ഇത് മനുഷ്യജീവിതത്തിന് ദൈവം വിഭാവന ചെയ്ത അടിത്തറയിൽ പറ്റിയ പാളിച്ചയാണ്. ആ പാളിച്ച എന്താണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മനുഷ്യൻ്റെ പതനമെന്ന് പറയുന്നത്. ആ പതനം എന്താണ്? ഉപാധികളെ ആത്യന്തിക ലക്ഷ്യമായി കാണുക, അതുകൊണ്ട് ലക്ഷ്യത്തെ മറന്ന് ജീവിക്കുക. അങ്ങനെ ജീവിതം അർത്ഥശൂന്യമാകുക. അർത്ഥശൂന്യമായ ജീവിതത്തിൽ കൂടെ വ്യക്തികൾ ഉണങ്ങിപ്പോകുക, വരണ്ടു പോകുക. അത് അനാവശ്യമായ സ്വയം നശീകരണത്തിൻ്റെയും സ്വയം ശാപത്തിൻ്റെയും അവസ്ഥ വിളിച്ചു വരുത്തുക. ഈ ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കണം. ഇതിനോട് മരിച്ച് പുതിയൊരവസ്ഥയിൽ പ്രവേശിക്കണം. അതാണ് വീണ്ടും ജനനം എന്ന ആശയം കൊണ്ട് യേശു ഉദ്ദേശിച്ചത്. അപ്പോൾ നിക്കോദീമോസിനോടാണ് ഇത് സംസാരിക്കുന്നത്. നമുക്കറിയാം, നിക്കോദീമോസ് രാത്രിയിൽ യേശുവിനെ വന്ന് കാണുവാൻ കാരണം എന്താണ്? അവൻ യഹൂദന്മാരുടെ കണ്ണിൽ ആരാധ്യനായിരുന്നുവെങ്കിലും അവരുടെ സംവിധാനത്തിൽ അധികാരം കൈകാളുന്ന വ്യക്തിയാണെങ്കിലും, ഏതാണ് നമ്മുടെ ഒരു ബിഷപ്പിനെ പോലെ, അവൻ്റെ ഉള്ളിൽ അസഹനീയമായൊരു ശൂന്യത നിലനിന്നിരുന്നു. അവനൊരു കാര്യം തിരിച്ചറിഞ്ഞു. അവൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ സംവിധാനത്തിന് അവൻ്റെ ആന്തരികമായി ആയ അവസ്ഥയിൽ അവനെ അനുദിനം കാർന്നു തിന്നുന്ന ഈ ശൂന്യതയുടെയും ഫലരാഹിത്യത്തിൻ്റെയും അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുകയില്ല. അവന് നന്മ വരുന്ന ഒരു കാര്യവും ഇതിനകത്തില്ല. പിന്നെ എങ്ങനെയാണ് അവൻ അതിനെ പ്രതിനിധാനം ചെയ്ത് മറ്റാർക്കെങ്കിലും നന്മ ചെയ്യുന്നത്? ഇത് സംഭവ്യമല്ല. അതുകൊണ്ട് യേശു അന്ന് കണ്ട ഫലമില്ലാത്ത അത്തിവൃക്ഷം പോലെ തഴച്ചു വളരുന്നുണ്ട്, പക്ഷേ അതിനകത്ത് മനുഷ്യൻ്റെ വിശപ്പിന് ഉതകുന്ന അല്ലെങ്കിൽ അതിനെ ശമിപ്പിക്കാവുന്ന ഒരു പഴം പോലുമില്ല. ഫലശൂന്യമായ തഴച്ചു വളരുന്ന അത്തിവൃക്ഷം പോലെയാണ് സഭ എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായും അതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. വ്യക്തികൾ മാത്രമല്ല വീണ്ടും ജനിക്കേണ്ടത്. ആദ്യമായി വീണ്ടും ജനിക്കേണ്ട സഭ തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം തന്നെയാണ് നമ്മെ അറിയിക്കുന്നത്. ഏഷ്യയിലുള്ള സഭകളുടെ ദൂത് എന്താണ്? നീ വീണ്ടും ജനിക്കണം, നിൻ്റെ അവസ്ഥ ഇതാണ്. ഈ അവസ്ഥ പരിതാപകരമാണ്, ഇത് അസ്വീകാര്യമാണ്, ഇങ്ങനെ തുടർന്നു പോയാൽ നീ മരിച്ചു പോകും. ഇതല്ല സഭ. അതുകൊണ്ട് നീ വീണ്ടും ജനിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ സഭയ്ക്ക് വീണ്ടും ജനനം വേണമെന്ന് ആരെങ്കിലും സമ്മതിക്കുമോ? സഭയില്ല. സഭയുടെ ജോലി എന്താണ്? മറ്റുള്ളവർ വീണ്ടും ജനിക്കണമെന്ന് പ്രസംഗിക്കുക മാത്രമാണ്. അപ്പോൾ സഭയ്ക്ക് വീണ്ടും ജനനം ആവശ്യമാണ്, വ്യക്തികൾക്ക് വീണ്ടും ജനനം ആവശ്യമാണ്. എന്നാൽ അർത്ഥം എന്താണ്? നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിലുള്ള മാരകമായ പാളിച്ച, അതായത് ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുക. എന്തുകൊണ്ടാണ് ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നത്? ഞാൻ തന്നെയാണ് എൻ്റെ ലക്ഷ്യമെന്ന് കണ്ടാൽ പിന്നെ എവിടെയാണ് ലക്ഷ്യബോധം ഉണ്ടാകുന്നത്? എനിക്ക് അതീതമായ വലിയ ലക്ഷ്യങ്ങൾ എന്നെ നയിക്കേണ്ടതാണെന്ന് തിരിച്ചറിയുന്നവൻ ഭാഗ്യവാൻ. ആ ലക്ഷ്യബോധമാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അപ്രമേയമായ വെളിച്ചമെന്നാണ് സുവിശേഷം നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ഹിതം ചെയ്യുന്നത് എൻ്റെ ഭക്ഷണവും പാനീയമാകുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികതയും അതിൻ്റെ സമാനതയില്ലാത്ത ശക്തിയും ഇതാകുന്നു എന്ന് തിരിച്ചറിയാൻ എന്താണ് പ്രയാസം? അപ്രകാരമുള്ള ലക്ഷ്യബോധത്തോടു ജീവിക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഈ ലോകത്തിൽ യഥാർത്ഥ മനുഷ്യത്വം പ്രാപിക്കുന്നുള്ളൂ. നാം മനുഷ്യത്വത്തിലേക്ക് പ്രവേശിച്ചു എന്നതിൻ്റെ തെളിവാണ് നാം ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും സന്തോഷം അനുഭവിപ്പാൻ നമുക്ക് ദൈവം നൽകുന്ന ഒരു അവകാശമുണ്ട്. അതാരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? അത് ഇതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. അപ്പോൾ വീണ്ടും ജനനം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ടോ? തീർച്ചയായും ഉണ്ട്. ആവശ്യമാണോ? ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ് ഭൂരിപക്ഷം ആളുകളും. ഇതൊരു ഫോർമുല പോലെ മറ്റുള്ളവർ നേരെ എറിയാനുള്ള കല്ലായിട്ട് ഇതുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ താൻ വീണ്ടും ജനിച്ചിട്ടുണ്ടോ? ബോൺ അഗെയിൻ ആണോ എന്നാണ് ചോദിക്കുക. ചോദിക്കുന്ന ആൾക്ക് എട്ടും പൊട്ടും അറിഞ്ഞുകൂടാ തൻ്റെ അവസ്ഥ എന്താണെന്നോ. അങ്ങനെ ചോദിച്ചവരോട് ചോദിക്കണം, ആട്ടെ സാറേ, താൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഇതുവരെ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത്? ഏത് ലക്ഷ്യത്തെയാണ് പിന്തുടരുന്നത് എന്ന് ചോദിച്ചാൽ അതോടുകൂടെ കുമിള പൊട്ടുന്ന പോലെ ഈ ബോൺ അഗെയിൻ പൊട്ടിപ്പോകും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ.
അപ്പോൾ ഞാൻ പറയുന്നതാണ് അതിനകത്തെ കാര്യം നിൽക്കുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള ആത്മീയമായ ആശയങ്ങൾ ഒരു ശബ്ദകോലാഹലങ്ങളായി മാത്രം നിലനിർത്താതെ അത് വളരെ അർത്ഥപൂർണമാണെന്നും അത് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയോട് ഇണചേർന്ന് നിൽക്കുന്നതാണെന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട വ്യതിയാനങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണെന്നും മനസ്സിലാക്കിയിട്ട് ആ ദിശയിലേക്ക് സഞ്ചരിക്കുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയിൽ വാക്കുകൾ ഉപസംഹരിക്കുക.